പണ്ടത്തെ ആർട്ടിസ്റ്റുകളെ വളരെയധികം മിസ് ചെയ്യുന്നതും പണ്ടത്തെ പണ്ടത്തെ റൈറ്റേഴ്സിനെ വളരെയധികം മിസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഇന്ത്യൻ പൗരനാണ് ഞാൻ. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പം സിനിമയെ പറ്റി നമ്മൾ തോന്നിയത് പറയും, തോന്നിയതുപോലെ എഡിറ്റ് ചെയ്യും, തോന്നിയതുപോലെ വീഡിയോ ഇടും. ഇഷ്ടത്തില് മറ്റേ പോലീസ് ഇയാള് സാറിന് എന്നെ അറിയില്ല. നമ്മുടെ വീടിന്റെ അവിടെയൊക്കെ പുല്ല് വെട്ടാനും പശുവിനെ കിടക്കാനൊക്കെ വരുന്നുണ്ട്. കുക്കിനെ മാത്രം ഒന്ന് വിട്ട് കിട്ടിയാൽ മതി. ഓഹോ പകരല്ലേ 1 2 3 ഇതെന്താ താൻ ഇപ്പഴേ എത്തിടുന്നത്? അതല്ല ഇപ്പഴേ ഇട്ട് കഴിഞ്ഞാൽ അതേ വണ്ടിക്ക് പോവാ. ഇപ്പൊ ഇഷ്ടം എന്ന് പറഞ്ഞ സിനിമയെ പറ്റി പറഞ്ഞു. ഇഷ്ടത്തിൽ ആ ഒരു സീൻ തന്നെ നമുക്ക് ഇന്നസെന്റ് അല്ലാത്ത ഒരു ആക്ടറിനെ അന്നുണ്ടാ ഇന്നസെന്റ് ആണ്. ഇന്നസെന്റിനെ പറ്റൂ. അതുപോലെ സലീം കുമാർ ആണെങ്കിലും, അതേപോലെ കൊച്ചിൻ ഹനീഫ എന്ന് പറയുമ്പോൾ ഒരു 3 ഡയമെൻഷണൽ ആക്ടർ എന്നാ ഞാൻ പറയാ. കൊച്ചിൻ ഹനീഫ് ഇപ്പൊ ഒരു സീക്വൻസ് ചെയ്യാണ്, ആൾക്ക് ഡയലോഗ് ഇല്ല, ആളുടെ അടുത്ത് ഒന്നും ചെയ്യാൻ ഡയറക്ടർ പറഞ്ഞിട്ടുമില്ല. അത് ഇഷ്ടം പോലെ പടങ്ങളിലുണ്ട്. അതിപ്പോ ഈ പട്ടണസുന്ദരനാണെങ്കിൽ ഏത് പടമാണെങ്കിലും പട്ടണസുന്ദരിൽ ഞാൻ ഈ ഒരു റീലുണ്ട്, പുള്ളിക്കാരൻ എന്തെങ്കിലും ചെയ്യും. അത് കാണാൻ ഭയങ്കര രസമായിരിക്കും. നമ്മളത് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യില്ല. വേറെ ആക്ടും ഡയലോഗും ദിലീപ് അവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും. ട്യൂഷൻ സെന്ററിൽ പോകുന്ന സീനില്ലേ, നമ്മുടെ പ്രിൻസിപ്പലിന്റെ ഓഫീസൊക്കെ അങ്ങോട്ട്, അപ്പൊ ഇയാൾ ഇങ്ങോട്ട്. ആ സിനിമ മൊത്തത്തിലൊരു എൻഗേജ്മെന്റ് ആണ്. ഡയലോഗ് ത്രൂ പരിപാടികൾ പോകുന്നുണ്ട്, എല്ലാം പോകുന്നുണ്ട്, വിഷ്വൽ പരിപാടി പോകുന്നുണ്ട്. അത് കാരണം നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ആ ചെറിയ സാധനം നമുക്ക് കിട്ടൂല, നമ്മളത് നോട്ടീസ് ചെയ്യില്ല. ഡയറക്ടർ സെറ്റ് കൊച്ചിൻ ഹനീഫ എന്താ പറയാ, നിങ്ങൾക്ക് ഈ സീനിൽ ഡയലോഗ് ഇല്ലെന്ന് പറയുമ്പോൾ ജപ ജപ മലയാള സിനിമയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത മറ്റേതാ ഇഷ്ടപ്പെട്ട. ഇവര് നടന്നു പോകുമ്പോഴത്തേക്ക് അടുത്ത ദിവസം ഇവര് നടന്നു പോവാ, ഒരു ചെറുക്കൻ ബൈക്കിൽ പോവാ. ആരത്? അതെ, ഞങ്ങള് ബാർമേറ്റ്സാ. ഇപ്പം പുള്ളിയുടെ അച്ഛൻ എന്റെ ക്ലാസ്മേറ്റാണ്. എന്താണ് ഇവിടെ അച്ഛനെ ക്ലാസ്സിൽ ചേർക്കാൻ വന്ന ഭാഗ്യവാനായ. ഇങ്ങനത്തെ കുറച്ച് സംഭവം അതില് പറയുന്ന പൊളിറ്റിക്സിന് പ്രശ്നം ഉണ്ടാവും. പക്ഷെ അതില് ഈ പഴയ അതില് ഒടികൊണ്ടി പ്രശ്നമില്ല അല്ലേ? സാധാരണ അപ്പത്തേക്കും മരിച്ചു പോയിട്ടുണ്ടോ അറിയില്ല. നീ ഈ സാധനം പറഞ്ഞപ്പോഴത്തേക്ക് മറ്റേ എന്താ പറയാ, ജയറാമിന്റെ സിനിമയിലെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കോ ട്രെയിനിൽ പോകുന്നത്, അതിൻ്റെ അകത്തുണ്ടല്ലോ പുള്ളി ഒടികൊണ്ടി സാർ, നസീർ സാർ എന്റെ കയ്യിൽ നിന്ന് വീഡിയോ മേടിച്ച് വലിച്ച ആ സീൻ. പുള്ളി സെക്യൂരിറ്റിക്കാരനും ഇന്നസെന്റ് പീക്കായിരുന്നു. ഡ്രൈവ് പഠിപ്പിക്കണം അതിലല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? മരത്തിന്റെ നീ എന്നെ പണ്ണുവേടാ ഡേയ് മുത്തുപ്പാണ്ടി ഡേ, ഈ ഏരിയ എന്താന്ന് എന്നിട്ട് അവിടെ ചെന്നിട്ട് എടാ കാശ് കൊടുത്തേ. അല്ല ഇന്നസെന്റ് എനിക്ക് ആ ഒരു സീൻ ഓർമ്മ അറിയാണ്ട് ചിരിച്ചു പോടാ. മറ്റേ ആ ഡ്രൈവിംഗ് സീനെ, ആ കിളവനെ പഠിപ്പിക്കുന്ന സീനെ. നമ്മളത് ആ സിനിമ ചിന്തിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനത്തെ സീനെല്ലാം ഓർമ്മയുണ്ട്. പക്ഷെ അവസാനം ആ ഹീറോയിനോട് വന്നിട്ട് പുള്ളി ഒരു ഇമോഷണൽ ഡയലോഗ് ജയറാമിനെ കുറിച്ച് പറഞ്ഞിട്ട് പോകുന്നത് കറക്റ്റ് ടോട്ടലി ആ സീൻ, ആ സിനിമയുടെ മൂഡ് അവിടുന്ന് മാറിപ്പോവും. ആ പെണ്ണ് റിയലൈസ് ചെയ്യണമെങ്കിൽ അത്രയ്ക്കും പവറോടെ പറയണ്ടേ ആ സാധനം, അത്രയ്ക്കും പവറോടെ. ചെറിയൊരു പോർഷനിലുള്ളത്, 1 മിനിറ്റ് പോലും ഇല്ലാത്തൊരു പോർഷൻ, പക്ഷെ ആ ജയറാമിനെ കുറിച്ച് പുള്ളിക്കാരോട് പറഞ്ഞിട്ട് പോകുന്ന ആ സീൻ മനസ്സിൽ ഇതേപോലെ കിടക്കുകയാണ് ഇപ്പോഴും. ഇനിയിപ്പോ ഇത് പറഞ്ഞ എനിക്കിത് പറയാതിരിക്കാനും പറ്റൂല. എന്താ വെച്ചാൽ നമ്മളിപ്പം ഇപ്പത്തെ മലയാള സിനിമ ബേസ് ചെയ്തിട്ട് മലയാള സിനിമ ആർട്ടിസ്റ്റിനെ പറ്റിയല്ലേ ഇപ്പൊ പറഞ്ഞേ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, മറ്റേ ഈവൻ കൊട്ടാരക്കര ശ്രീധരൻ നായർ, അല്ല എടാ മറ്റേ ആ എല്ലാ പടങ്ങളിലും ഒരു മീശയ്ക്ക് ഇങ്ങനെ ആയിട്ട് ഭയങ്കര വാല് പോലെ നടക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അധികം തടിയില്ലാത്ത ഒരു സാധാരണ ഒരു മാനിൽ. ഈ ജയറാമിന്റെ മിക്ക പടത്തിലും ഉണ്ട്. ജയറാമിന്റെ മറ്റേ മറ്റേ പഴനിയില് പോകുന്നേ അതില് റൂം കാണിക്കാൻ കൊണ്ടുപോകുന്ന ഏതൊരു പടം, മറ്റേ ഈ മഴവിൽക്കാവടിക്കകത്ത് ഇന്നസെന്റിന്റെ കയ്യാളായിട്ട് നിൽക്കുന്ന ആള് ഇവൻ ഓൾമോസ്റ്റ് കയ്യാളാ. ഡ്രൈവർ ആയിട്ടുണ്ട് ഒരാൾ തന്നെ. ഒരേ സമയത്ത് ഡ്രൈവറും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാൾ തന്നെയാണെന്നാണ് തോന്നുന്നത്. അല്ല ആ പടത്തില് അയാളുടെ ഒരു വണ്ടി വെച്ചിട്ട് അങ്ങനെ ഒരു എന്നിട്ട് മറ്റേ സീൻ, മറ്റേ ചങ്ങല ആനയുള്ള വീടാണെന്ന് അറിയാൻ വേണ്ടിട്ട് ആന
ആനയെ ഞാൻ കാട്ടിലോട്ട് വിട്ടിരിക്കുക മേയാൻ വേണ്ടിയിട്ട്. ആരാണോ ആനയെ കാട്ടിലോട്ട് വിടുന്നത്? അതല്ല അവിടെ കുളമാക്കിയത്. സോറി മലയാളി, ആന ഇനി ചങ്ങലയായിട്ട് കാട്ടിലോട്ട് വിടാന്ന് പറയുന്നത്. എടാ, മമ്മൂട്ടി ജയറാമിനെ അറിയാതെ കൊന്നിട്ട് ഉർവശിയുടെ കൂടെ ഫ്രണ്ട് ആവുന്ന ഒരു സിനിമയില്ലേ? ജയറാമിനെയോ? ആ, മമ്മൂട്ടി ജയറാമിനെ കൊട്ടേഷൻ നത്തെന്ന് മമ്മൂട്ടിയെ വിളിക്കുന്ന ഒരു പടമില്ലേ? മമ്മൂട്ടി ഗുണ്ടയാണ്, ഒരു ചെറിയ ലെവൽ ഗുണ്ടയാണ്. മുരളി കൂട്ടുകാരനാണ്. എന്നിട്ട് മമ്മൂട്ടി ഇങ്ങനെ ചെറിയ ചെറിയ ഗുണ്ട പരിപാടികളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇടയ്ക്കൊരു കൊട്ടേഷൻ കിട്ടുന്നത് ഇതാണ്. ഇയാളെ വീഴ്ത്തിയിട്ട് കുറച്ച് മാസത്തേക്ക് ഒന്ന് അതാക്കണം. ജയറാം അവിടുത്തെ എഞ്ചിനീയറാണ്. ആളെ വീഴ്ത്തിയിട്ട് കുറച്ച് മാസത്തേക്ക് കിടപ്പിലാക്കണം. പക്ഷേ ആള് ഇങ്ങനെ രാത്രി ബൈക്കിൽ വരുമ്പോഴത്തേക്ക് മമ്മൂട്ടി ഒരു വയറിങ്ങനെ വലിച്ചിട്ട് ജയറാം ഇടിച്ച് താഴെ വീണ്ടും മരിക്കുക. പിന്നീട് അവസാനമായിട്ട് മനസ്സിലാവുന്നത് ഉർവശിയായിട്ട് ഇവൻ അതിൻ്റെ ഇടയ്ക്ക് ഫ്രണ്ട് ആവുന്നുണ്ട്. പിന്നെയാണ് മനസ്സിലാവുന്നത് ഉർവശിയുടെ വീട്ടിലൊരു ദിവസം ഇങ്ങനെ പുറത്ത് പോയി എന്തോ കുടയോ എന്തോ മേടിക്കാൻ വേണ്ടി ഇങ്ങനെ പുറത്ത് പോയി നിൽക്കുമ്പോഴത്തേക്ക് ഫോട്ടോ കാണുന്നു ജയറാം മരിച്ചതിൻ്റെ. അപ്പോഴേ ഇവൻ്റെ റിയലൈസ് ആവുന്നു ഈ പുള്ളിക്കാരിയുടെ ഇത്രയും ദുഃഖങ്ങൾക്ക് കാരണം ഞാനാണെന്നുള്ള. പടത്തിന് പേര് കിട്ടുന്നില്ല. മമ്മൂട്ടിയെ നത്തേന്ന് വിളിക്കത്തില്ല. എടാ, നമ്മുടെ KPSC ലളിത മമ്മൂട്ടിയെ കെട്ടാൻ വേണ്ടിയിട്ട് കെട്ടിയിട്ട് ഒരു ദിവസത്തേക്ക് കെട്ടിയിട്ട് പോകത്തില്ലേ? ആ പടമാണ്. സെന്റ് അടിച്ചിട്ടാ KPSC ലളിതയുടെ അതേ ഒരു സംഭവമില്ലേ? സെയിം ഈ ക്യാരക്ടർ തന്നെയാണ് എനിക്ക് തോന്നുന്നു മറ്റേ സിനിമയ്ക്കകത്ത് എടുത്തിരിക്കുന്നത്. മോഹൻലാലും നമ്മുടെ മാഷില്ലേ, നമ്മുടെ കുട്ടനാടുള്ള പുള്ളി ഇപ്പൊ മരിച്ചു പോയില്ലടാ, ഭീഷ്മപർവത്തിൽ ഉണ്ടായിരുന്നല്ലോ, നെടുമുടി വേണു. എനിക്ക് പേര് വിട്ടു പോടാ. നെടുമുടി വേണു മോഹൻലാലും ചേട്ടനനിയന്മാരായിട്ട് ഒരു കാളയൊക്കെ ഓടിച്ച് നടക്കുന്ന ഒരു പടം പഴയത്. എടാ, എനിക്ക് പടങ്ങളുടെ പേര് ചിലപ്പോ കിട്ടില്ല, പക്ഷെ സീൻസ് എല്ലാം കറക്റ്റ്. കിട്ടാത്ത ഒരു മലയാളിനെ അല്ലടാ, എനിക്ക് ചിലത് കിട്ടാറില്ല. പക്ഷെ തേന്മാവിൻ കൊമ്പത്തും KPSC ഏതാണോ സെയിം ക്യാരക്ടർ ആണ് ഈ സിനിമയിലും കൊടുത്തിരിക്കുന്നത്. രണ്ട് ക്യാരക്ടേഴ്സും വളരെ സിമിലർ ആയിട്ട്. ഈ തേന്മാവിൻ കൊമ്പത്തിന്റെയും ഈ മേലെപ്പറമ്പിൽ ആൺവീട് പടമില്ലേ, അത് രണ്ടും ഒരു കഥ. മേലെപ്പറമ്പിൽ ആൺവീട് പറഞ്ഞ പോലായിരുന്നു പുള്ളിയെ പറയാനായിരുന്നെങ്കിൽ. പുള്ളി അതിൽ കാര്യസ്ഥനല്ലേ? അതെ, നീ ഉദ്ദേശിച്ച ആള് പുള്ളി തന്നെ. ഇവളുടെ പുറകെയായിട്ട് നടക്കുന്നേ നമുക്ക് മറ്റേ വാഴ നടന്നതിന്റെ പശുവിനെ കറക്കുന്ന സീനൊക്കെ. ഞാൻ ഇവിടുത്തെ കാര്യസ്ഥൻ, നീ ഇവിടുത്തെ കാര്യസ്ഥ, നമ്മൾ ഒരുമിച്ച് പശുവിനെ കറന്ന് വെച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ ഇങ്ങനെ നരേന്ദ്രപ്രസാദിന്റെ കയ്യാളായിട്ട് എല്ലായിടത്തും കയ്യാളി കിടക്കുന്ന സ്ഥലത്തൊക്കെ ബോബി കൊട്ടാരക്കര, അതാളുടെ പേര്. ബോബി കൊട്ടാരക്കര എന്നുള്ള പേര് തന്നെയായിരിക്കും നിങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് സെയിമാ, ഒരാളാണ് ഞാൻ. എടാ, ഇത് ഇയാളെ എല്ലാ പടത്തിലും ഉണ്ടാ പുള്ളിക്കാരൻ ഉള്ള ഒരു പടം പടം പറഞ്ഞേ. ബോബി കൊട്ടാരക്കര അല്ല, നീ അതിൽ ഉദ്ദേശിച്ച ആള് ഇവൻ നമ്മുടെ എന്താ മഴവിൽക്കാവടിക്കകത്ത് ഉദ്ദേശിച്ച ആള് കറക്റ്റാ, അതെനിക്ക് കിട്ടിയായിരുന്നു. പക്ഷെ നമ്മള് എല്ലാത്തിനും ഈ പുള്ളി നിങ്ങൾ ഉദ്ദേശിച്ച ആളാരാ? നിങ്ങൾ ഉദ്ദേശിച്ച മറ്റേ പുള്ളിയുടെ അയാളുടെ പേര് നമുക്ക് അറിയുകയും ചെയ്യാം. 2000 മരിച്ചടാ. അപ്പം നമ്മൾ ഇപ്പൊ എന്തായാലും പേര് കിട്ടിയല്ലോ, ബോബി കൊട്ടാരക്കരനെ പോലെയൊക്കെയുള്ള ആർട്ടിസ്റ്റുകൾ. അതായത് അത്ര നല്ല ആർട്ടിസ്റ്റുകൾ ഇപ്പം ഇല്ല സീരിയസ്ലി. ഇപ്പം ഉള്ള റീല് ചെയ്യുന്ന ആളുകൾ വരെ എല്ലാവരും സൂപ്പർ സ്റ്റാർസ് ആണ്. അത് കാരണം എല്ലാവരുടെയും പ്രശ്നങ്ങൾ അങ്ങനത്തെ, അതാണ് മെയിൻ പ്രശ്നം. പറവൂർ ഭരതൻ പുള്ളിക്കാരൻ തീ കഷ്ണം, പുള്ളി മറ്റേ ആ ഏതാ ആനപ്പാപ്പനായിട്ടൊരു പടം ഉണ്ടല്ലോ, മീശൊക്കെ ഇങ്ങനെ വെച്ചിട്ട്. അതല്ലേ ആ പടം? മറ്റേത് ഗജകേസ് രോഗല്ല, അതിനകത്ത് ഉണ്ടോ അറിയില്ല, അതിനകത്ത് ഉണ്ടാവും. എന്റെ ഫേസ്ബുക്ക് ഏകദേശം എല്ലാ പടത്തിലും പുള്ളി ഉണ്ട്. കാണിച്ചരാ. ഹലോ, ആൽബംസ് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ പോട്ടോ. ഇതെന്ത് സംഭവം? നല്ല പോലെ ഈ വീഡിയോ ഓണല്ലേ? അതെ. എത്ര മണിക്കൂറായി? ഹാഫ് ആൻ അവർ ആയിട്ടുണ്ടാവില്ല. ആ ഫോട്ടോ കൂടെ ഇപ്പൊ കാണിച്ചു തന്നിട്ട് അവസാനിപ്പിക്കാം. അണ്ണാവെ പറ്റി പറഞ്ഞ എടാ, എൻ്റെ ആള് മീശ ഇതൊക്കെ ഇട്ട് എൻ്റെ സത്യം പറഞ്ഞ എൻ്റെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രിയപ്പെട്ട
അതായത് പണ്ടത്തെ ആർട്ടിസ്റ്റുകളെ വളരെയധികം മിസ് ചെയ്യുന്നതും പണ്ടത്തെ റൈറ്റേഴ്സിനെ വളരെയധികം മിസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഇന്ത്യൻ പൗരനാണ് ഞാൻ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവസാനിപ്പിക്കാം. ഫുഡ് തുടങ്ങിയത് എങ്ങനെയാണെങ്കിലും അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പം സിനിമയെ പറ്റി നമ്മൾ തോന്നിയത് പറയും, തോന്നിയതുപോലെ എഡിറ്റ് ചെയ്യും, തോന്നിയതുപോലെ വീഡിയോ ഇടും. അപ്പം ഇപ്പം ഇങ്ങനെ തോന്നി. അപ്പം ശരി എന്നാ.